ഹലോ ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടൊരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. 20 ചോദ്യങ്ങളാണ് ഉള്ളത്. LDC മെയിൻസിനും LGS മെയിൻസിനും 20 മാർക്കിനും ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിന് 15 മാർക്കിനും കറണ്ട് അഫയേഴ്സിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകം കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ടതിന് ശേഷം മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, കുൽദീപ് യാദവ്. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കുൽദീപ് യാദവിനെയാണ്. കുൽദീപ് യാദവിനെയാണ് 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പ്ലെയർ ഓഫ് ദ സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. ആരുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം? അപ്പോൾ ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, എം ലീലാവതി. അപ്പോൾ എം ലീലാവതിയുടെ ആത്മകഥയാണ് ധ്വനിപ്രയാണം. ധ്വനിപ്രയാണം എം ലീലാവതിയുടെ ആത്മകഥയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 വർഷത്തെ സംഗീത നാടക അക്കാദമി ജേതാക്കളിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കലാമണ്ഡലം പ്രഭാകരൻ സോപാന സംഗീതം. അതാണ് തെറ്റായ ജോഡി. ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയെന്ന് നോക്കാം. നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ കഥകളി ചമയം, വിലാസിനി ദേവി കൃഷ്ണപിള്ള ഭരതനാട്യം, CL ജോസ് നാടകരചന. 2023 വർഷത്തെ സംഗീത നാടക അക്കാദമി ജേതാക്കളിൽ ശരിയായിട്ടുള്ള ജോഡികളാണ് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ കഥകളി ചമയം, വിലാസിനി ദേവി കൃഷ്ണപിള്ള ഭരതനാട്യം, CL ജോസ് നാടകരചന. 2023 വർഷത്തെ സംഗീത നാടക അക്കാദമി ജേതാക്കളാണ് നമ്പ്യാരത്ത് അപ്പുണ്ണിത്തരകൻ കഥകളി ചമയം, വിലാസിനി ദേവി കൃഷ്ണപിള്ള ഭരതനാട്യം, CL ജോസ് നാടകരചന. അടുത്ത ചോദ്യം നോക്കാം. സ്പാനിഷ് ഫുട്ബോൾ ലീഗ് ആയ ലാ ലിഗയുടെ സഹകരണത്തോടെ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ സഹകരണത്തോടെ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് സ്പാനിഷ് ഫുട്ബോൾ ലീഗായ ലാ ലിഗയുടെ സഹകരണത്തോടെ ഇന്ത്യയിൽ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാന സർക്കാരിൻ്റെ അഭയകിരണം പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, ഇവയെല്ലാം. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. അഗതികളായ വിധവകളുടെ ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം. സാമൂഹ്യ ക്ഷേമ വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രകാരം അഗതികളായ വിധവകൾക്ക് സംരക്ഷണം നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നു. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അഗതികളായ വിധവകൾക്ക് മാത്രമേ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അഭയകിരണം പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. അഗതികളായ വിധവകളുടെ ക്ഷേമത്തിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് അഭയകിരണം. സാമൂഹ്യ ക്ഷേമ വകുപ്പ് ആണ് അഭയകിരണം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി പ്രകാരം അഗതികളായ വിധവകൾക്ക് സംരക്ഷണം നൽകുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്നു. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അഗതികളായ വിധവകൾക്ക് മാത്രമേ പദ്ധതി പ്രകാരം ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. 65ാമത് കേരള സംസ്ഥാന സ്പോർട്സ് മേളയിൽ ജേതാക്കൾ ആയത്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാലക്കാട്. 65ാമത് കേരള സംസ്ഥാന സ്പോർട്സ് മേളയിൽ ജേതാക്കളായത് പാലക്കാടാണ്. പാലക്കാടാണ് 65ാമത് കേരള സംസ്ഥാന സ്പോർട്സ് മേളയിൽ ജേതാക്കളായത്. അടുത്ത ചോദ്യം നോക്കാം. മല്ലിക സാഗർ എന്ന വനിത അടുത്തിടെ വാർത്തകളിൽ നിറയാൻ കാരണം. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. IPL ലേലം നിയന്ത്രിച്ച ആദ്യത്തെ വനിതയാണ് മല്ലിക സാഗർ. മല്ലിക സാഗർ എന്ന വനിത അടുത്തിടെ വാർത്തകളിൽ നിറയാൻ കാരണം IPL ലേലം നിയന്ത്രിച്ച ആദ്യത്തെ വനിതയാണ് മല്ലിക സാഗർ. അപ്പോൾ മല്ലിക സാഗറാണ് IPL ലേലം നിയന്ത്രിച്ച ആദ്യത്തെ വനിത.
അടുത്ത ചോദ്യം നോക്കാം. ഭജൻലാൽ ശർമ്മ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായാണ് അടുത്തിടെ നിയമിതനായത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, രാജസ്ഥാൻ. ഭജൻലാൽ ശർമ്മ അടുത്തിടെ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് നിയമിതനായത്. അപ്പോൾ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി അടുത്തിടെ നിയമിതനായത് ഭജൻലാൽ ശർമ്മയാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ഏതു മേഖലയിലെ സംഭാവനകൾക്കാണ്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ക്വാണ്ടം ഡോട്ടുകൾ. അപ്പോൾ 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത് ക്വാണ്ടം ഡോട്ടുകൾ എന്ന മേഖലയിലെ സംഭാവനകൾക്കാണ്. അപ്പോൾ ക്വാണ്ടം ഡോട്ടുകളെ കുറിച്ചുള്ള സംഭാവനകൾക്കാണ് 2023 രസതന്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ആര്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഹർമൻപ്രീത് കൗർ. ഹർമൻപ്രീത് കൗറാണ് 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത്. 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗറാണ്. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും ഒടുവിലായി ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അക്കീത്തം അച്യുതൻ നമ്പൂതിരി. അപ്പോൾ അക്കീത്തം അച്യുതൻ നമ്പൂതിരിയാണ് അവസാനമായിട്ട് ജ്ഞാനപീഠം ലഭിച്ച മലയാളി എഴുത്തുകാരൻ. അവസാനമായി ജ്ഞാനപീഠം ലഭിച്ച മലയാളി എഴുത്തുകാരൻ അക്കീത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനക്കാരനാണ്? ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, ഉത്തർപ്രദേശ്. കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ ഉത്തർപ്രദേശുകാരനാണ് കേരളത്തിൻ്റെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന ഏത്? ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് 2023 നൽകിയത്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമ എന്നാത്താൻ കേസുകൂടാണ്. രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് നൽകിയത്. ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച സിനിമ എന്നാത്താൻ കേസുകൂടാണ്. രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചത് വിൻസി അലോഷ്യസിനാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവ് വേദി. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹി. 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവ് വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് 2023 അനിമൽ ഹെൽത്ത് കോൺക്ലേവിൻ്റെ വേദി. അടുത്ത ചോദ്യം. ഏത് സംസ്ഥാനത്തെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ പേരാണ് MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തത്? ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, തമിഴ്നാട്. തമിഴ്നാട്ടിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ പേരാണ് MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തത്. തമിഴ്നാട്ടിലെ അഗ്രികൾച്ചറൽ കോളേജ് ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ പേരാണ് MS സ്വാമിനാഥൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്തത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തതിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പോൾ സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇന്ത്യയിൽ നടക്കുന്ന 4ാമത്തെ പുരുഷ ക്രിക്കറ്റ് ഏകദിന ലോകകപ്പാണ് 2023 നടന്നത്. ഇന്ത്യ ഒറ്റയ്ക്ക് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ലോകകപ്പായിരുന്നു 2023. ഇന്ത്യ ആദ്യമായി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായത് 1987 ഇന്ത്യയിൽ നടക്കുന്ന 4ാമത്തെ പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പാണ് 2023 നടന്നത്. ഇന്ത്യ ഒറ്റയ്ക്ക് ആതിഥേയത്വം വഹിച്ച ആദ്യത്തെ ലോകകപ്പായിരുന്നു 2023. ഇന്ത്യ ആദ്യമായി ഏകദിന ലോകകപ്പിന് വേദിയായത് 1987. അടുത്ത ചോദ്യം നോക്കാം. 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ സി ആണ്, 111.
ഇപ്പോൾ 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111 2023 ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111 അടുത്ത ചോദ്യം നോക്കാം. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആര്? ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, A.N. ഷംസീർ. A.N. ഷംസീറാണ് നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ A.N. ഷംസീറാണ്. അടുത്ത ചോദ്യം നോക്കാം. 2023 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം താഴെ കൊടുത്തതിൽ എന്തിൻ്റെ പുതിയ ആസ്ഥാനമാണ്? ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ ബി ആണ്, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. 2023 ഒക്ടോബറിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ആസ്ഥാനമാണ്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ ആസ്ഥാനമാണ് NV കൃഷ്ണ വാര്യർ സ്മാരക മന്ദിരം. 2023 ഒക്ടോബറിലാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ശരിയുത്തരം ഏതാണ്? ശരിയുത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം. ഏതൊക്കെയാണെന്ന് നോക്കാം. പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൽ വെച്ച് പാസ്സാക്കിയ ആദ്യത്തെ ബിൽ വനിതാ സംവരണ ബില്ലാണ്. രാജ്യസഭയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലോ ഈ ബിൽ ബാധകമല്ല. പുതിയ പാർലമെൻറ്റ് കെട്ടിടത്തിൽ വെച്ച് പാസ്സാക്കിയ ആദ്യത്തെ ബിൽ വനിതാ സംവരണ ബില്ലാണ്. രാജ്യസഭയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലോ ഈ ബിൽ ബാധകമല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.